നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ശ്രീ അവന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. ശ്രീയെ നിലയൊന്ന് പകച്ചു നോക്കി. എന്ത് കാരണം കൊണ്ടാവും മാം സാറിനെ തടയുന്നത്? ഒരുപക്ഷെ സാർ എന്നെ സർ നോ ചെയ്യരുത്, എനിക്കിപ്പം മാരേജ്, എന്റെ ജാതകം. അവൾ വിക്കി വിക്കി എന്തൊക്കെയോ പറയുകയാണ്. ജാനൊന്ന് ചിരിച്ചു. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ തന്നോട് അടുപ്പിച്ചു. നിന്നെ ഞാൻ കിട്ടുന്നില്ല പോരെ, അതുപോലെ നിന്നാരും കെട്ടുകയുമില്ല. അവന്റെ പതിഞ്ഞ ഉറച്ച സ്വരം കാതിൽ കേട്ടതും ഒരു വെള്ളിടി വെട്ടി അവളുടെ നെഞ്ചിൽ. അവളെ കിരണിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. സേഫായി കിരൺ അവൾ അവന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. ഒന്നും മനസ്സിലാവാതെ നിലാംബരപ്പോടെ കിരണിനെ നോക്കി. അവളെ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. മുകുന്ദനും ശശിധരനും പരസ്പരം നോക്കി പല്ലിയരിച്ചു. അപ്പോഴും ഒന്നും മനസ്സിലാവാതെ പകച്ചു നിൽക്കുന്ന സ്ത്രീയുടെ മുഖത്ത് നോക്കി ഞാൻ, മമ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരുത്തന്റെ കുടുക്ക് പൊട്ടിച്ച കാശ് കൊണ്ട് വാങ്ങിയ താലി ഈ ജയ് ശിവനാഥമേനോട് ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടോ മമ്മയ്ക്ക്? ഈ ജാന്റെ വിവാഹം അതെങ്ങനെ എപ്പോൾ എവിടെ വെച്ച് നടക്കണമെന്നോ ഈ ജാൻ തന്നെ തീരുമാനിക്കും. പിടിക്ക്. ജാൻ മുകുന്ദന് നേരെ താലി നീട്ടി. അപ്പോഴും വലിഞ്ഞു മുറുകിയ മുഖവുമായി നിന്ന് മുകുന്ദൻ, പിടിക്കാൻ! ജാൻ അലറി. മുകുന്ദൻ തട്ടിപ്പറിക്കും പോലെ ജാന്റെ കയ്യിൽ നിന്നും താലി വാങ്ങി. ആ താലി മുകുന്ദൻ ഷർട്ടിന്റെ പോക്കറ്റിലിടാൻ ഒരുങ്ങിയതും ജാൻ മായയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുകുന്ദന് നേരെ നിർത്തി. നിന്നെ സ്നേഹിക്കുന്ന ഇവളെയാ നീ താലി കെട്ടേണ്ടത്, വേഗം. കൽപ്പനയും ശശിധരനും മുകുന്ദനും ഒരേപോലെ നടങ്ങി. ദത്തൻ അപ്പോഴും ഓരം ചേർന്ന് നിന്നു, ഒരു കാഴ്ചക്കാരനെ പോലെ. എന്ത് സംഭവിച്ചാലും തനിക്കിപ്പോ എന്താ എന്ന പോലെ. ഇല്ല, നീ ആരടാ എന്നോട് ഇവിടെ കഴുത്തിൽ താലിട്ടം പറയാൻ? ഈ എനിക്ക് വേണ്ട. മായയെ നോക്കി മുകുന്ദൻ ആട്ടി. മായയും ലാവണിയാകെ ഞെട്ടിപ്പോയി. മായയ്ക്ക് അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഒപ്പം ലാവണിക്കും. അയ്യേ, എനിക്ക് വേണ്ടവനെ, ലാവണി നീ തന്നെ എടുത്തവനെ, മായ ലാവണിയെ നോക്കി പറഞ്ഞു. പിന്നെ നീയൊക്കെ എന്താണ് കരുതിയത്? ഈ ജയ് ശിവനാഥ മേനോന്റെ ജീവിതത്തിലേക്ക് എന്റെ കൈ പിടിച്ച് കയറി വരാൻ മാത്രം യോഗ്യത നിനക്കൊക്കെ ഉണ്ടെന്ന് കരുതിയോ? ഇങ്ങോട്ട് വരുന്നവരെ എന്റെ മനസ്സിൽ ദേ ഈ നിൽക്കുന്നവളായിരുന്നു മുകുന്ദന് ചേരേണ്ടവൾ. ലാവണിയെ നോക്കിയാണ് ജാനത് പറഞ്ഞു. പക്ഷേ മായയുടെ ആഗ്രഹപ്രകാരം ആ സ്ക്രിപ്റ്റിൽ എന്റെ വക ഒരു ചെറിയ കറക്ഷൻ. മുകുന്ദ, നീ ഈ നിൽക്കുന്ന മായം കെട്ടിയാൽ മതി. സർപ്രൈസ്. ഹാപ്പി അല്ലേ? അപ്പൊ എങ്ങനെയാ, കെട്ടുകല്ലേ? അച്ഛാ, നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ പോവാ. ഈവന്റൊക്കെ വിവരക്കേട്ട് കൊട പിടിക്കാൻ ഈ മുകുന്ദന് സമയമല്ല. മുകുന്ദൻ ദേഷ്യത്തിൽ പോവാനൊരുങ്ങിയതും അവന്റെ കാൽ ചൂട്ടിൽ വെടിപൊട്ടി 2 വട്ടം. മുകുന്ദൻ ഭയത്തോടെ നിലത്തുനിന്ന് ഉയർന്നിയാടി. പിന്നീട് അവിടെ തറഞ്ഞു നിന്നുപോയി മുകുന്ദൻ. ഒപ്പം എല്ലാവരും ഞെട്ടിവിറച്ചു. മുന്നിൽ കത്തുന്ന കണ്ണുകളുമായി നിന്നു ജാൻ. ഈ നിൽക്കുന്നവരുടെ കഴുത്തിൽ നീ താലി കെട്ടിയില്ലെങ്കിൽ നീ ഒട്ടും ചിന്തിക്കാത്തെടുത്താവും അടുത്ത വെടിപൊട്ടുക. പിന്നെ ജീവിതത്തിൽ നീ പെണ്ണിട്ടേണ്ടി വരില്ല. ജാനത് പറയുമ്പോൾ കിരണൊന്ന് ചിരിച്ചു. അതിലും ഭേദം കൊന്നിട്ട് പോടാ, എനിക്ക് വയ്യ. ഓ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാനൊരു വിവാഹം നടത്തി കൊടുക്കുന്നത്. ദത്തബാബോ, ഹാപ്പി അല്ലേ? ഒരു വിവാഹത്തിന്റെ ഭാര തോളിന്ന് ഒഴിഞ്ഞില്ലേ? പിന്നെ ഈ നിൽക്കണ ലാവണ്യ, അവൾക്ക് വേണ്ടി ഒരുത്തം വരും. കുറച്ചു മുമ്പ് പോയില്ലേ കയ്യിൽ തുളയിട്ട്? അവൻ ആ കാരകേൻ. ലാവണ്യയുടെ സ്വഭാവത്തിന് അവനാ ബെസ്റ്റ്. മായക്കും ചേരും. ഒരു സെക്കൻഡ് കിരൺ, ഞാൻ കൂടി ഒന്ന് പറഞ്ഞോട്ടെ. കാവ്യ കിരണിനെ തടഞ്ഞോട് മുന്നോട്ട് വന്നു. മായ, നിന്നെ പോലെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പെണ്ണ് തന്നെയാ നീലാംബരി. ജനിച്ച അന്ന് മുതൽ സൗന്ദര്യം കൂടിപ്പോയി എന്ന കാരണം പറഞ്ഞ് നീയൊക്കെ അവൾ ദ്രോഹിച്ച കഥകൾ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ തവണയും ഓരോരോ നുണകൾ പറഞ്ഞ് ഇവിടെ തള്ളിച്ചാക്കാൻ ഈ നിൽക്കുന്ന ദുഷ്ടക്കൂട്ടങ്ങൾക്ക് മുമ്പിൽ മനഃപൂർവ്വം എറിഞ്ഞു കൊടുക്കുന്നതിൽ നിങ്ങൾ രണ്ടുപേരുടെയും പങ്ക് വളരെ വലുതാണെന്നറിയാം. മായേ, ഇപ്പൊ പോലും നീ കരുതിയില്ലേ നീലാംബരിക്കോ ലാവണിക്കോ ഈ നിൽക്കുന്ന ജാന്റെ ജീവിത സഖ്യാവിനൊരു അവസരം കിട്ടിയ അത് തടയണമെന്ന്? അതുകൊണ്ടല്ലേ ഇല്ലാത്ത പ്രണയം നടിച്ച മുകുന്ദനെ നീ രഹസ്യമായിട്ട് പ്രണയിക്കായിരുന്നു കള്ളം പറഞ്ഞ്? അപ്പൊ ഒരു കാര്യം ചെയ്യാം, രഹസ്യം വേണ്ട, പരസ്യമായിട്ട് നീ അവനെങ്കിൽ പ്രണയിച്ചോ. ഈ പെണ്ണുപിടി എന്തെണ്ടി നിനക്ക് നന്നായിട്ട് ചേരും. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ചെറ്റ. കാവ്യ അവസാനം അതും പറഞ്ഞ് മുകുന്ദന് നേരെ വിരൽ ചൂണ്ടി. മുകുന്ദൻ പല്ലിയരിച്ചുകൊണ്ട് കാവ്യക്ക് നേരെ ചീറിയെടുത്തു. കാവ്യ വലിച്ച് തന്റെ പുറകിൽ നിർത്തി മുകുന്ദന്റെ നെഞ്ചിൽ കൈപ്പത്തി ഊന്നി തടഞ്ഞുകൊണ്ട് അവന്റെ അടിനാഭി നോക്കി കാൽമുട്ട് കയറ്റി തൊഴിച്ചു ജാൻ. മുകുന്ദൻ വേദനയാൽ കുനിഞ്ഞുപോയി. മോനെ! കൽപ്പന ഓടി വന്ന് മുകുന്ദനെ പിടിച്ചു. ഞാൻ പറഞ്ഞിരുന്നു മുകുന്ദ, നിന്റെ ഷോ എന്റെ മുമ്പിൽ വെച്ച് വേണ്ട എന്ന്. ഐ ഡോണ്ട് ഹാവ് ടൈം. അതുകൊണ്ട് പെട്ടെന്ന് താലി കെട്ടിയ നിനക്ക് പരിക്കുകളൊന്നുമില്ല നിന്റെ വീട്ടിൽ പോവാം, നിന്റെ ഭാര്യ മായയും കൊണ്ട്. ജാന്റെ സംസാരം കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി. മിസ്റ്റർ ദത്തൻ! ഓരം ചേർന്ന് കാഴ്ചക്കാരനെ പോലെ നിന്ന് ദത്തനെ തോക്കുയർത്തിക്കൊണ്ട് വിളിച്ചു ജാൻ. അയാൾ അവിടേക്ക് വന്നു. അപ്പൊ എങ്ങനെയാ, താൻ തന്നെ തന്റെ മകളെ പിടിച്ചു കൊടുക്ക്. ഒരുപാട് ആഗ്രഹിച്ചതല്ലേ പലതും. ദത്തൻ മുകുന്ദനെ നോക്കി. അവൻ പല്ലിയരിച്ചുകൊണ്ട് വേദന കടിച്ചമർത്തി വേണ്ട എന്ന പോലെ തലയാട്ടി. പക്ഷെ ജാന്റെ കയ്യിലിരിക്കാൻ തോക്കണ്ട് ദത്തൻ വിളിക്കാൻ ചിരിക്കാൻ ശ്രമിച്ചു.
മുകുന്ദ നീ എന്നോട് ക്ഷമിക്ക്. എന്നാലും നടക്കേണ്ടതായിരുന്നു. ലാവണിയെ അല്ല മായേ ഇടോ. ലാവണിക്ക് സങ്കടം വരാൻ തുടങ്ങി. കയ്യിലിരുന്ന് പോവുകയും ചെയ്തു. ഉത്തരത്തിലിരുന്ന് കിട്ടിയതുമില്ല. മായക്കും ആകെ ദേഷ്യം വന്നു. പ്രതീക്ഷിക്കാത്താണ് നടന്ന്. മുകുന്ദനെ തനിക്ക് വെറുപ്പാണ്. തന്റെ സത്യാഗ്രഹംകാരനാണ് ഇപ്പൊ ഇത്രയും ഉണ്ടായത്. വേണ്ടിയിരുന്നില്ല. നീയായിട്ട് കെട്ടുന്നോ അതോ ഞാൻ പൊട്ടിക്കണോ? തോക്ക് ചൂണ്ടി ഒറ്റക്കണാൽ ഉന്നം പിടിച്ച് കുസൃതി കാട്ടുന്നവനെ മുകുന്ദനെ നോക്കി. ഒപ്പം മായയുടെ ലക്ഷണം കെട്ട മുഖം കണ്ടപ്പോഴേ മുകുന്ദന് ശരീരം തളർന്നു. താലിയുമായി അവൻ അടിവെച്ച് മുന്നോട്ട് നടന്നു. ശശിധരൻ നെഞ്ചിൽ പകി എരിഞ്ഞു. എല്ലാം നശിപ്പിച്ചു. തറവാടും സ്വത്തുക്കളെല്ലാം കൈവിട്ടുപോയി. മാത്രമല്ല അനിതൻ തന്നെ വെറുതെ വിടില്ല. അയാൾ പകയോടെ നീലാംബരിയെ നോക്കി. ഒപ്പം മുകുന്ദനും. കിരണിന്റെ നെഞ്ചിൽ ഭയത്തോടെ ഒതുങ്ങിക്കൂടി അവൾ. ആ ദൃഷ്ടി മറച്ചുകൊണ്ട് കൈയും കെട്ടി മുന്നിൽ കയറിയെന്ന് വെച്ചാൽ അവന്റെ കണ്ണുകളിൽ എരിയുന്ന അഗ്നി കണ്ട് ഭയന്നുപോയി എല്ലാവരും. വിറക്കുന്ന കൈകളാൽ താലിച്ചരട് ഉയർത്തി മുകുന്ദൻ മായ വെറുപ്പോടെ നോക്കി. അവൾ അതുപോലെ തന്നെ നോക്കി അവനെ. അല്ലെങ്കിലേ കാണാനൊരു വകയാ. എന്നാൽ ഇപ്പൊ ജാന്റെ ഇടികൊണ്ട് വൃത്തികേടി ഇരട്ടിച്ചു. ചോരയും നീരും നീലിച്ച പാടും. ഓണത്തിന് അത്തയിട്ട പോലെ മുകുന്ദൻ നിന്നു. തൊട്ടടുത്ത് നിൽക്കുകയാണ് ലാവണ്യ. മായേക്കാൾ വൃത്തിയേട് കുറവ് ലാവണ്യക്കാണ്. പെട്ടെന്നൊരു നീക്കം. ഒന്ന് പിടഞ്ഞുകൊണ്ട് മുകുന്ദൻ ലാവണ്യയുടെ കഴുത്തിൽ ആഞ്ഞ് താലി കെട്ടി. വീണ്ടും എല്ലാവരും ഒരുപോലെ ഞെട്ടി. പക്ഷേ കിരണും ജാനും ഉറക്കെ ചിരിച്ചു. ഒപ്പം കാവ്യയുടെ കൂടെ കൂടി എന്തോ പ്രതീക്ഷിച്ച പോലെ. കിരണിന് ശ്വാസം കിട്ടിയില്ല. ജാൻ മുകുന്ദന്റെ മുന്നിൽ വന്ന് നിന്നു. ഇവളോട് ഇത്ര ആർത്തി ഉണ്ടായിരുന്നോടാ നിനക്ക്? എങ്കിലും ആദ്യമേ തന്നെ അതങ്ങ് ചെയ്താ പോരായിരുന്നു. ഈ പ്രേമ ഉള്ളിലൊതുക്കി വെച്ചിട്ടാണോടാ ഈ പാവം നീലാംബരിക്ക് പുറകെ നീ നടന്ന്? കൊള്ള. കളിയാക്കലും പൊട്ടിച്ചിരിയും ഒന്നും സഹിക്കുന്നുണ്ടായിരുന്നില്ല മുകുന്ദന്. ജാന്റെ സംസാരം കേട്ട് മുകുന്ദനാകെ അപമാനിതനായി. മായ ഒന്ന് ശ്വാസം നേരെ വിട്ടു. ലാവണിക്ക് അല്പൊരു ആശ്വാസം തോന്നി. എങ്കിലും താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. ഇനിയും ആ പഴയ പൊളിഞ്ഞ വീട്ടിൽ തന്നെ മുകുന്ദനോടൊപ്പം താമസിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് അവൾക്ക് സങ്കടം സഹിച്ചില്ല. ജീവിതത്തിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അവൾക്ക് തോന്നി. ജാൻ നീലാംബരിയെ നോക്കി. അവളും വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയാണ്. വലിച്ചു തുറന്നു വെച്ച അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരുന്നു. അറിവച്ച കാലം മുതൽ താൻ അനുഭവിച്ചു പോകുന്ന ഏറ്റവും വലിയൊരു സമസ്യയായിരുന്നു മുകുന്ദൻ എന്നുള്ളത്. ആ അധ്യായം തന്റെ ജീവിതത്തിൽ ഇനി ഇല്ല എന്നോർക്കെ അവൾ ഏതോ സ്വപ്നലോകത്താണ് നിൽക്കുന്നെന്ന് പോലും തോന്നിപ്പോയി അവൾക്ക്. കണ്ണും തുറിച്ചെന്ന് കിടക്കുന്നവളെ കാവ്യൊന്ന് ചേർത്ത് പിടിച്ചു. അപ്പോഴും വിശ്വാസം വരാതെ അവൾ ചുറ്റും എല്ലാവരെയും നോക്കി. റിലാക്സ്, നീ കാണുന്നൊക്കെ സത്യ. കാവ്യ പറയുമ്പോൾ നില നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ജാൻ അതുകൊണ്ട് തികയുമായിരുന്നില്ല. ഈ താലികെട്ടൽ ചടങ്ങൊക്കെ അവന്റെ സ്ക്രിപ്റ്റിൽ പുതിയതായിരുന്നു. സീ മുകുന്ദൻ, എനിക്ക് ഈ താലിയേക്കാൾ വിശ്വാസം മറ്റൊന്നാ, പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. സോ നമുക്ക് ഈ ബന്ധം കൂടുതൽ ഉറപ്പിക്കണ്ടേ? ലെറ്റ്സ് മൂവ് ഓൺ ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. ജാൻ ദൂരെ കാണുന്ന ഓടിക്കാറിലേക്ക് നോക്കി. ആ നോട്ടം മനസ്സിലായ പോലെ ഇത്രയും നേരം കൈ പുറകിൽ കെട്ടി നോക്കിയിരുന്ന ബ്ലാക്ക് ഡ്രസ് ധരിച്ച ബോഡി ഗാർഡ്സ് കാറിന്റെ പിൻസീറ്റ് തുറന്ന ഒരാളെ പുറത്തേക്ക് ക്ഷണിച്ചു. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന പാന്റും ഷർട്ടും ധരിച്ച ഉയരം കുറഞ്ഞ ആ മധ്യവയസ്കനെ കണ്ട് ശശിധരനും ദത്തിനൊന്ന് ഞെട്ടി. ടൗണിലുള്ള രജിസ്റ്റർ ഓഫീസിലെ തങ്ങളുടെ പരിചയക്കാരൻ ഓഫീസർ സത്യസന്ധൻ. അയാൾക്കൊപ്പം മാൻഷനിലെ ഡ്രൈവർ മധുച്ചേട്ടനും ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ഓടിക്കാറും കൊണ്ടാണ് മാസ് എൻട്രി നടത്തിയത്. സത്യസന്ധൻ വിറച്ച് മുന്നോട്ട് നടന്നു. കയ്യിലിരിക്കുന്ന തൂവാല കൊണ്ട് മുഖത്തെ വിയർപ്പ് തുടക്കുന്നുണ്ട് അയാൾ. കൈമടക്കിൽ ഒരു വലിയ രജിസ്റ്റർ ബുക്കും ഫയലുമുണ്ട്. കിരണ സീന് മൊത്തങ്ങ് ഏറ്റെടുത്തു. പെങ്ങളുടെ ഭാവി തന്റെ കയ്യിൽ ഭദ്രമായിരിക്കണല്ലോ. മധുചേട്ടു, ലൊക്കേഷൻ അയച്ചപ്പോൾ ലാൻഡ് റോവറിനൊപ്പം കട്ടക്ക് ചവിട്ടിയത് നിങ്ങൾ മരണ മാസമായിട്ടോ. സത്യസന്ധ സാറിന് ഇപ്പോഴും പേടിയാണ്. സാറിന്റെ പേടി മാറ്റാനാ മധുചേട്ട ഇത്രയും ബോഡി ഗാർഡ്സിനെയും കൂടി ഇവിടെ എത്തിയത്. പേര് സത്യസന്ധൻ എന്നാണെങ്കിലും ഇപ്പൊ ചെയ്യാൻ പോകുന്ന പണി അതില്ലാത്താണെന്ന് അറിയാം. അപ്പൊ എങ്ങനെയാ, പേപ്പറെല്ലാം ഓക്കെ അല്ലേ? കിരൺ ചോദിക്കുമ്പോൾ അയാൾ ശശിധരനെ നോക്കി. അതെ സർ. സത്യസന്ധൻ വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അപ്പൊ മുകുന്ദനും ഭാര്യയും നല്ല കുട്ടികളായിട്ട് വന്ന് സൈൻ ചെയ്തേ. വേമേ ആ ചടങ്ങ് നടക്കട്ടെ. ഇത് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോകാനുള്ള എന്തൊക്കെ പണിയെ കിടക്കുന്നു. ഫാസ്റ്റ് നൈറ്റ് ഉള്ള. ഓ സോറി, അത് നേരത്തെ കഴിഞ്ഞല്ലോ അല്ലേ വായേ? ഇനിയോട് നേരെ വല്ല മർമാണിയോ മറ്റോ കാണാൻ പോകുന്നോ? അല്ല, രാത്രിക്ക് മുമ്പ് എല്ലാ പാർട്സും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. എന്തായാലും വന്നേ, ആദ്യം ഈ കലാപരിപാടി അങ്ങ് തീർക്കാം. കിരൺ പറയുമ്പോൾ സത്യസന്ധൻ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞു. വിവാഹ രജിസ്റ്റർ ചെയ്യാൻ 2 സാക്ഷികൾ കൂടി വേണം സാർ. പിന്നെ പെണ്ണിന്റെയും ചെക്കനെയും കുറച്ച് ഡോക്യുമെന്റ്സും വേണം. അതിപ്പോ ഇല്ലെങ്കിലും അയാൾ നിന്ന് പരിങ്ങി. അതിനെന്താ, ഡോക്യുമെന്റ്സ് ഒക്കെ ഒരാഴ്ചക്കുള്ളിൽ സാറിന്റെ ഓഫീസിൽ കൊണ്ട് എത്തിക്കും. സാറ് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുണ്ടോ? ആ ജോലി നോക്ക്, ആ നിൽക്കുന്ന മായയുടെ ഡ്യൂട്ടിയാ. ഇന്ന് മായയുടെ 2ാമത്തെ പിറവിയായിരുന്നല്ലേ മായേ? ജസ്റ്റ് മിസ്സായിരുന്നില്ലേ? സോ അവള് ചെയ്യാതിരിക്കില്ല. എന്താ മായേ? കിരൺ ചോദിക്കുമ്പോൾ മായ വേഗത്തിൽ തലയാട്ടി സമ്മതിച്ചു. പിന്നെ സാക്ഷി അതിപ്പോ കിരൺ ബോഡി ഗാർഡ്സിനെ നേരെ നോക്കി ഒന്ന് ആലോചിച്ചു. അതെ,
ചാളടിക്കുക പോലെ കിടക്കുന്ന 4 പേരില് ഉயிருള്ള 2 പൊക്കെടുത്തോണ്ട് പോവാ. വലത് കൈക്ക് പരിക്ക് പറ്റാത്തവരായിരിക്കണം, ഒപ്പിടാനുള്ളതാ. കൂട്ടുകാരനെ സഹായിക്കാൻ വന്നവരാ. ആ മനസ്സ് നമ്മൾ കാണാതെ പോരുത്. അവരെ ആ പരുവത്തിലാക്കിയവന് കയ്യിൽ പിടിച്ച് നിലത്തടിക്കുന്ന കൂടുതൽ ഇഷ്ടം. സോ ഒടിയാത്ത കൈകളുടെ 2 പേര് വേഗം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കൊണ്ട് നടക്കുന്നതിനിടയിൽ കിരൺ പറയുന്ന കേട്ട് ആസ്വദിച്ച് ജാൻ. കിരൺ പറയുമ്പോൾ ബോഡി ഗാർഡ്സിൽ 2 പേർ അവിടേക്ക് പോയി 2 പേരെ താങ്ങിയെടുത്തുകൊണ്ട് വന്നു. ശ്രീ തലയിൽ കൈവച്ച് പോയി. എന്താ ഇവിടെ നടക്കുന്നതെന്ന പോലെ. താനും കാവ്യ എത്തില്ലായിരുന്നെങ്കിൽ പോലും ഇവിടെ ഇതൊക്കെ തന്നെ നടന്നേനെ. പകയേറിയുന്ന കണ്ണുകളും ഒരിക്കലും മുറിവുണങ്ങാത്ത മനസ്സുമായി മുകുന്ദനെ ഒപ്പിട്ടു. ഒപ്പം ലാവണ്യവും സാക്ഷികളും. അങ്ങനെ മുകുന്ദന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്തു ജാൻ. നീലാംബരിയേക്കാൾ ഒരുങ്ങിച്ചമഞ്ഞ് ഒരു കല്യാണ പെണ്ണിനെ പോലെ വന്ന ലാവണ്യ നിരക്കാത്ത നേരത്ത് നവവധുവായി. ശശിധരന് തന്റെ ജീവിതം നശിച്ച പോലെ തോന്നി. കൽപ്പനയ്ക്കും അതായിരുന്ന അവസ്ഥ. നീലാംബരിയെ ഒറ്റക്കിട്ടാൻ അവർ ആഗ്രഹിച്ചു. അവളെ കൊല്ലാനുള്ള ദേഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ജാൻ പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് എന്തോ ചെയ്തു. അപ്പോൾ തന്നെ സത്യസന്ധന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. തന്റെ അക്കൗണ്ടിൽ വലിയൊരു തുക ക്രെഡിറ്റ് ആയത് കണ്ട് അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവശേഷിച്ച ടെൻഷനെല്ലാം അയാളുടെ മുഖത്തുനിന്നും മറഞ്ഞു. മതിച്ചേട്ടോ, സത്യസന്ധ സാധനം ഓഫീസിലാക്കിയിട്ടേ ഈ ബോഡി ഗാർഡ്സിന്റെ അവിടെ ഓഫീസിലാക്കണം. എന്നിട്ട് ചേട്ടൻ വീട്ടിൽ പോയിക്കോ. എറണാകുളം വരെ പോകാനുള്ളതല്ലേ, പോയി ഹോളിഡേ എൻജോയ് ചെയ്യ്. കിരൺ പറയുമ്പോൾ മധുവും സത്യസന്ധനും ബോഡി ഗാർഡ്സും നടന്നകുന്നു. അതെ ദത്തമാമോ, ഒന്നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. കിരൺ വിടാനുള്ള ഭാവമില്ല. അവൻ അയാളെ കൈകാട്ടി വിളിച്ചു. തോളിലൂടെ കൈ ചേർത്ത് അയാളെയും കൊണ്ട് അമ്പലത്തിന്റെ മറവിലേക്ക് പോയി കിരൺ. പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴേ നൈസായിട്ട് വിളിച്ചെന്നല്ലേ, ആരും കാണാതെ. കൊച്ചു കള്ളൻ. വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന പ്രായത്തിലും പെൺവിഷയത്തിലും ഒട്ടും പിറകിലല്ലോ. എന്താ ഒരു കിരണിന്റെ കൈക്ക് പരിക്ക് പറ്റി റെസ്റ്റ് എടുക്കുമ്പോൾ എല്ലാവരെയും പറ്റി ഒരു ധാരണ വരുത്തി കൊടുത്തു കാവ്യ. കിരൺ ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുമ്പോൾ ദത്തൻ പുറന്തല ചൊറിഞ്ഞൊന്ന് ചിരിച്ചു. അത് പിന്നെ ആ ചിരി കറുത്തത് വളരെ പെട്ടെന്നാണ്. കിരണിന്റെ വലത് കാൽമുട്ട് ദത്തന്റെ തുടകൾക്കിടയിൽ ഊക്കോടെ പതിക്കുമ്പോൾ വീശിയടിച്ച കാറ്റിൽ അമ്പലമണി ഉറക്കെ ശബ്ദിച്ചു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അതും പറഞ്ഞ് കിരൺ നടന്നുപോയി. ദത്തൻ അസ്ഥാനം പൊത്തിപ്പിടിച്ച് നിലത്തിരുന്നു പോയി. മുകുന്ദന്റെ പകയേറിയുന്ന കണ്ണുകൾ നിലയുടെ നേരെയാണെന്ന് കണ്ട ജാൻ ഒരിക്കൽ കൂടി മുകുന്ദന്റെ നേർക്ക് നടന്നു. അവന്റെ കണ്ണുകളിൽ നോക്കി ജാൻ അങ്ങനെ നിന്നു. മുകുന്ദ, അധികാർക്കും അറിയാത്തൊരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം. ആ നിൽക്കുന്നവൾ നീലാംബരി ഈ ജയ് ശിവനാഥ് മേനോന്റെയാ, എന്റെ മാത്രം. ഈ ജാന്റെ സ്വന്തം നിലാവ്. അവൾ പോലും അറിയും മുമ്പ് നിന്നെ അത് അറിയിക്കണമെന്ന് കണക്കൂട്ടിയിട്ട് കുറെ നാളായി. അവളുടെ നിഴലിൽ പോലും നിന്റെ ദൃഷ്ടി ഇനി പതിയരുത്. പതിഞ്ഞ വളരെ പതിയെ മൂന്നും കേൾക്കാൻ മാത്രം പാകത്തിന് ജാൻ മുരളും പോലെ പറഞ്ഞു. ഡാ, അവള് നിനക്ക് കിട്ടില്ലടാ. എന്റെ കല്യാണം ഉണ്ടാക്കി വിട്ടാലെല്ലാം കഴിഞ്ഞോ നീ കരുതിയോ? അവളെ എവിടെയാവളെ നീ മറക്കണ്ട. എന്റെ കുടുംബത്തിലെ പെണ്ണാവള്. അവിടെ നിഴൽ പോലും നിനക്ക് തൊടാൻ കിട്ടില്ല. ഞാൻ ഒറ്റക്ക് അവളെ. മൂന്നൻ പറഞ്ഞു കഴിഞ്ഞില്ല. നിലത്തുനിന്ന് ഉയർന്നു പൊങ്ങിയിരുന്നു മുകുന്ദൻ. അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉയർത്തി നിർത്തി ജാൻ. ശ്വാസം കിട്ടാതെ മുകുന്ദൻ കൈകാലിട്ടടിച്ചു. ഉണ്ണിക്കുട്ട, വീട്ടിടാ. ശ്രീ ഓടിച്ചെന്ന് ജാനെ പിടിച്ചു. കിരണു അപ്പോഴേക്ക് അവിടെ ഓടിയെത്തിയിരുന്നു. മുകുന്ദനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ജാൻ നിലയെ നോക്കി. നിനക്ക് സർപ്രൈസ് വേണ്ടേ? എവിടെ വാ. കണ്ണുകൾ മീഴ്ച്ച് മറ്റൊരു ലോകത്തിലേക്ക് നിലയെ നോക്കി ജാൻ അലറി. നീലാംബരി. അവളൊന്ന് ഞെട്ടി. ശ്രീ അവളെ അടുത്തേക്ക് വരാൻ മുഖം താഴ്ത്തി വിളിച്ചു. കാവ്യമേലെ അവളെ പിടിച്ച് ജാന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. നീ നിന്റെ എൻഗേജ്മെന്റിനല്ലേ വന്നത്? ഡോണ്ട് വറി, ഐ വിൽ ഫുൾഫിൽ യുവർ വിഷ് ടു. അതും പറഞ്ഞ് ജാൻ കിരണിന് നേരെ കൈ നീട്ടി. അവന് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലായി. ശ്രീയുടെയും കാവ്യയുടെയും കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരുന്ന പ്ലാറ്റിനം ഡയമണ്ട് റിങ്സ് അവൻ ജാന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ജാൻ നിലയുടെ കൈ പിടിച്ച് അതിലൊരു റിങ് അവളുടെ കൈക്കുള്ളിൽ വെച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മോനു. അപ്പോഴും ശ്രീ അവനെ തടയും പോലെ വിളിച്ചു. ആ ശബ്ദം നിലയുടെ കാതുകളിൽ തുളഞ്ഞു കയറി. അവൾ ആ അമ്മയെ മുഖമുയർത്തി നോക്കി. ആ കണ്ണുകൾ ജാനെ നോക്കി വേണ്ട എന്ന് പറയുന്ന നില വായിച്ചെടുത്തു. പെട്ടെന്നാണ് മഴ ചാറി തുടങ്ങിയത്. താൻ എന്തു പറഞ്ഞാലും അവൾ ഇതേ നിൽപ്പ് തുടരുമെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിലയുടെ കയ്യിൽ ബലമായി പിടിച്ച് അവളുടെ വലത് കൈയിലെ മോതിരവിരിൽ അവൻ ആ മോതിരം അണിയിച്ചു. അതുപോലെ നിലയുടെ നേർക്ക് അവൻ കൈവിരൽ നീട്ടി. ശ്രീ തന്റെ കണ്ണുകൾ അടച്ചു പിടിച്ച് നിന്നു. റിങ്ങിന്റെ വിരലിടുന്നില്ല. ജാൻ ഒരിക്കൽ കൂടി അലറി. നിലയൊന്ന് ഞെട്ടി. ശ്രീ അവളെ നോക്കി തലയൊന്ന് ചലിപ്പിച്ചു. അനുവാദം എന്ന പോലെ. നീല അപ്പോഴും മറ്റൊരു മായിക ലോകത്ത് തന്നെയായിരുന്നു. വിറക്കുന്ന കൈയോടെ അവൾ അവൻ നീട്ടിയ വിരലിലേക്ക് മോതിരമണിച്ചുകൊണ്ട് പെട്ടെന്ന് കൈ പിൻവലിച്ചു. ജാൻ ഇടുപ്പിൽ കൈകുത്തിയെന്ന് മുകുന്ദനെ നോക്കി ഒരു വിജയച്ചിരിയോടെ. അവർ പല്ലടിച്ചുകൊണ്ട് നിന്ന് വിറച്ചു. അപ്പോഴെങ്കിലും ശശിധരൻ അവർ വന്ന വണ്ടിയുമായി എത്തിയിരുന്നു. ഓരോരുത്തരായി വണ്ടിയിൽ കയറി. ശശിധരൻ നടന്ന് ജാന്റെ അടുത്തേക്ക് കുറച്ച് മാറിയിരുന്നു. ഇവിടെ മുത്തശ്ശി ആശുപത്രിയിലാണ്, പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്, വാടി നടക്ക്. അത് പറയുമ്പോൾ ശശിധരൻ നിലയെന്ന് കൂർപ്പിച്ച് നോക്കി. പക്ഷേ ജാൻ അയാൾക്ക് അടുത്തേക്ക് വന്ന് കൈ പുറകിൽ കെട്ടി മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി. അയാളും ജാനും സംസാരിച്ച കാര്യങ്ങൾ ആരും കേട്ടില്ല.
ശശിധരൻ ഒരിക്കൽ കൂടി നിലയെ നോക്കി. അവൾ വേഗത്തിൽ ശശിധരന്റെ അടുത്തേക്ക് നടന്നു. നില, എവിടെ പോകുന്നു? ജാൻ അവളോട് ചോദിച്ചു. അവൾ സംശയത്തോടെ ജാനെ നോക്കി. ഡിഡ്ന്റ് യു ഹിയർ വാട്ട് ഐ ആസ്ക്ഡ്? ഞാൻ തറവാട്ടില്. നീ പോകുന്നില്ല. കിരൺ, ഇവിടെ വണ്ടി കൊണ്ടുപോയിരുത്ത്. കിരൺ നിലയുടെ അടുത്തേക്ക് വന്നു. മോളെ, ഇപ്പൊ പോയാൽ ശരിയാവില്ലടാ. നിനക്കറിയില്ലേ, അവർക്കൊക്കെ നിന്നോട് ദേഷ്യം ഉണ്ടാവും. കിരൺ പറയുമ്പോൾ കാവ്യ അവിടേക്ക് വന്ന് അവൻ പറയുന്നത് ശരിവെച്ചു. നില, നമുക്ക് എറണാകുളത്തേക്ക് പോവാം. എല്ലാം ഒന്ന് ശാന്താവുന്നവരെ മാത്രം. ഇപ്പൊ തറവാട്ടിൽ പോയാൽ എന്താ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു തരേണ്ടുണ്ടോ നിനക്ക്? വണ്ടിയിലിരുന്ന് എല്ലാവരും അവരെ തന്നെ തുറച്ചു നോക്കി. നീലാംബരിയെ കൊണ്ടുപോകുക എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. ശശിധരൻ കുറച്ചപ്പുറം മാറിയെന്ന് എല്ലാം നോക്കി കണ്ടു. ചാറ്റൽ മഴ പോലും അയാൾക്കപ്പോൾ പ്രശ്നമായിരുന്നില്ല. ഊതി വീർപ്പിച്ച മുഖവുമായി മുകുന്ദൻ നിലയെ തുറിച്ചു നോക്കി. ദത്തിന് മൊത്തത്തിലൊരു വെപ്രാളമായിരുന്നു. കിരണിന്റെ മുട്ടുകാൽ കൊണ്ടുള്ള പ്രയോഗത്തിൽ അയാൾ അപ്പോഴും ഇരുന്ന് ഞെരിപിരി കൊണ്ടു. മായ ലാവണിയെ നോക്കി പുച്ഛിച്ചു. ലാവണിക്ക് മായയോട് ദേഷ്യം തോന്നി. ജാൻ നിലയുടെ കയ്യിൽ മോതിരമിട്ടതും അവളെ തടഞ്ഞു നിർത്തി അവിടെ നിർത്തിയിരിക്കുന്നതെല്ലാം ലാവണിക്ക് നിലയോട് അടങ്ങാത്ത പകയുണ്ടാക്കി. കാവ്യ, നീ എന്താ ഈ പറയുന്നത്? നിനക്കറിയില്ലേ, ഞാനിന്ന് തറവാട്ടിൽ പോയില്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നുള്ളത്? എൻ്റെ അമ്മ അവിടെയാ ഉള്ളത്, അതും ഒറ്റയ്ക്ക്. എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക കാവ്യ, പ്ലീസ്. എനിക്കിപ്പം തന്നെ കൈകാലും വിറക്കുക. എന്തൊക്കെയായി ഒരു ദിവസം നടന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ അമ്മയെ അവർ കൊല്ലും. നില ഏങ്ങലടിച്ച് കരഞ്ഞു. നിന്റെ അമ്മയെ അവർ തൊടില്ലെന്നില്ല. ജാൻ അവൾക്കരിയിൽ വന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അത് സാറിനെങ്ങനെ അറിയാം? സാറിനാൽ ഇതിന് എന്താണ് എന്നെ പറ്റി അറിയാം. ഞാൻ അവരുടെ കൂടെ പോവും, അതിൽ മാറ്റമില്ല. എന്നെ തടയരുത്. അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ജാന്റെ മുഷ്ടിയിലുണ്ട്. ഒന്ന് ശ്വാസം ഊതിയിട്ട് അവൻ സമാധാനിച്ചു. കുറച്ചു മുമ്പ് ശശിധരൻ ജാൻ വാണി കൊടുത്താരും കേട്ടില്ല. നിലയുടെ പേരും പറഞ്ഞ അവളുടെ അമ്മയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണാൽ പിന്നെ മുകുന്ദൻ ജീവനോടെ കാണില്ലെന്നായിരുന്നു ജാൻ ശശിധരൻ നൽകിയ വാണി. അതുകൊണ്ട് തന്നെ നില ഇപ്പൊ തറവാട്ടിൽ പോയാൽ അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ജാൻ അറിയാം. പക്ഷേ മുകുന്ദൻ, ജാന്റെ മനസ്സിൽ മുഴുവൻ മുകുന്ദന്റെ വെല്ലുവിളിയായിരുന്നു. ഈ ഒരു ദിവസം കൊണ്ട് മുകുന്ദൻ മനസ്സിൽ കൊണ്ടുനടന്ന നീലാംബരി എന്ന സ്വപ്നമാണ് കുറച്ചു മുമ്പ് തകർന്നടിഞ്ഞത്. ജാൻ തകർത്തത്. അവന്റെ കണ്ണുകളിൽ എരിയുന്ന പക ജാൻ തിരിച്ചറിഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ നിലയെ ഒറ്റ കിട്ടിയാൽ അവന് എന്ത് ചെയ്യാനും മടിക്കില്ല. മഴ കൂടുതൽ ശക്തി പ്രാപിച്ചിരുന്നു. കിരൺ, കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ മമ്മയും കാവ്യയും കൊണ്ട് കാറിലേക്ക് പോയിക്കോ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ജാന്റെ ഈ ഭാവം ശ്രീക്കും കിരണിനും പരിചിതമാണ്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാവ്യ തങ്ങളുടെ ലാൻഡ് റോവിലാക്കിയ ശേഷം കിരൺ ശ്രീയെയും കൊണ്ട് ശ്രീ വന്ന കാറിൽ കയറി. ജാൻ നിലയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. തോക്ക് ചൂണ്ടിയാലൊന്നും പെണ്ണ് പേടിക്കില്ല. കാരണം ജാൻ എന്തായാലും അവളെ വെടിവെക്കില്ലെന്ന് അവൾക്കറിയാം. അമ്മ എന്ന അവളുടെ വികാരത്തിന് മുമ്പിൽ മറ്റൊരു ഭീഷണിയും വിലപ്പോവില്ലെന്ന് അവർ മനസ്സിലായി. മരിക്കാൻ വരെ അവൾ തയ്യാറാണ്. തറവാട്ടിലുള്ളവർ തന്നെ കാത്തു നിൽക്കുന്നിടത്തേക്കും ജാനെയും അവൾ മാറി മാറി നോക്കി. ഞാൻ പോവാ സർ, എന്നെ തടയരുത് പ്ലീസ്. എൻ്റെ അമ്മയല്ലാതെ ഈ നീലാംബരിക്ക് ഈ ലോകത്തിൽ മറ്റാരുമില്ല സർ. ദേഷ്യം തോന്നരുത്. കാവ്യയോട് ചോദിച്ചാൽ അവൾ പറഞ്ഞു തരും ഈ നീലാംബരി ആരായിരുന്നു എന്ന്. അതറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടെ വരേണ്ടിയിരുന്നില്ലെന്ന് സാറിന് തോന്നും. പോട്ടെ. നീല ജാനും അറിയണമെന്ന് പോവാനൊരുങ്ങി. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഒരൊറ്റ വലിയിൽ അവളെ വലിച്ചടുപ്പിച്ചു. അവന്റെ ദേഹത്തേക്ക് ഇടിച്ചെന്നവളുടെ ഇരു ഷോൾഡറിലും പിടിച്ച് അല്പം പുറകിലേക്ക് മാറ്റി നിർത്തി ജാൻ. അവളുടെ ഇടത് കവിളിൽ വലതുകരം ചേർത്ത് വെച്ച് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. സോറി നില, ഐ ജസ്റ്റ് ഹാവ് ടു ഡു ദിസ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.